എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് എൻ്റെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ ഇവിടുത്തെ പറയുന്നൊരു കാര്യമാണ് ടൂറിസത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും അതേപോലത്തെ ഒരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി 1 ഏക്കർ 68 സെൻറ്റ് വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. ദേശീയ ജലപാത കടന്നു പോകുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടാണ്. ഈ സൈഡിലോട്ട് നോക്കിക്കാണാം, ഈ പ്രോപ്പർട്ടി തന്നെ ഒരു കോട്ടേജ് ഉണ്ട്. അതിനകത്ത് തന്നെ കിച്ചണ് കാര്യങ്ങൾ എല്ലാം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 1 ഏക്കർ 68 സെൻറ്റ് പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇടത് ഭാഗത്തായിട്ട് റോഡും വലത് ഭാഗത്തായിട്ട് ദേശീയ ജലപാതയും കടന്നു പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഇതിനകത്ത് ധാരാളം തെങ്ങുകൾ കാര്യങ്ങൾ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴെ ഞാൻ പറഞ്ഞ കോട്ടേജ്, അതിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ അതൊരു ഹട്ട് ടൈപ്പായിട്ട് തന്നെ ചെയ്തേക്കുവാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഓണർ ഇവിടെ അത്യാവശ്യം റിട്ടയർഡ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് വരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ആ രീതിയിൽ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സൂം ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ ഫിഷിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ഏരിയ തന്നെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ നടുഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല, അങ്ങനെ ഒരു അവസരം വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി നല്ല പൊക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനനുസരിച്ച് തന്നെ കോട്ടേജും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഹട്ട് ടൂറിസമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയമാണ്. ഇവിടെ നിന്ന് 11 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷൻ, വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്കും പിന്നെ അതേപോലെ തന്നെ 10 കിലോമീറ്ററാണ് വർക്കല ബീച്ചിലേക്കും ഉള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു, വർക്കലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന വർക്കലയുടെ തൊട്ടടുത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇനി മുന്നോട്ട് വാങ്ങിക്കാൻ വലിയ വിലയാകും. ഇപ്പോൾ ചെറിയൊരു വിലയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന വഴികൾ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഉള്ളത്, ഇതിന് തൊട്ടടുത്ത് തന്നെ 1 കിലോമീറ്റർ തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഈ 1.5 ഏക്കർ വസ്തു നിൽക്കുന്നത് പരവൂരാണ് നിൽക്കുന്നത്. അവിടെ ഹരിഹരപുരം പൂതക്കുളം ഇടയാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി സൈഡിൽ തന്നെയാണ് ഒരു അമ്പലമുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ ആ ഭാഗത്ത് തൊട്ടപ്പുറത്തെല്ലാം അടുത്തടുത്ത് വീടുകളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇത്രയും ലോണായിട്ടുള്ള പ്രോപ്പർട്ടിയാണെന്ന് വിചാരിക്കും. അല്ല, തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട്. 1.5 കിലോമീറ്റർ അപ്പുറത്തായിട്ട് സ്കൂളുണ്ട്. പിന്നെ 2 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഹോസ്പിറ്റലുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടുന്ന് 10 കിലോമീറ്ററാണ് ബീച്ചിലേക്കും 11 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിലേക്കും ഉള്ളത്. പറവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മാപ്പാണിത്. ഇവിടുന്ന് കറക്റ്റ് 4.6 ഇവിടുന്ന് ദൂരമുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ദേശീയപാതയിലേക്ക് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. തൊട്ടടുത്ത് തന്നെയാണ്. 5 കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്ന് ദേശീയപാതയിലേക്ക് ഉള്ള ദൂരം. നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടിയുടെ വില ഒരു 3 വർഷത്തിനുള്ളിൽ ഡബിൾ ആവാൻ വരെ ചാൻസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കണ്ട്, ഇതിൻ്റെ ഓണർ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, വന്ന് കണ്ട് ഈ 1 ഏക്കർ 50 സെൻറ്റ് വസ്തു നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാവുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇത് ജനവാസ മേഖലയാണ്. പിന്നെ അടുത്ത അമ്പലം, സ്കൂള്, കോളേജ്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം അടുത്തുള്ള ഏരിയയും കൂടാണ്. ഓക്കെ.